ജനവിധികൾ എപ്പോഴും ഒരു ദിശയിലേക്ക് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതാണല്ലോ, അതൊരു മാൻഡേറ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അതൊരു ദിശാസൂചികയാണ്. പക്ഷേ ഇവിടുത്തെ ദിശാസൂചികയൊക്കെ ഉണ്ണിസാറൊക്കെ ഇന്ന് പൂർണ്ണമായും കേരളത്തിലേക്ക് മാത്രം തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഹരിയാന ഓർമ്മയുള്ളത് കൊണ്ടാകും താങ്കളടക്കം ആരും മറ്റ് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കാര്യമായൊന്നും പറഞ്ഞു കേട്ടില്ല. ഇപ്പോഴിതാ ഈ ചർച്ചയിലും ജനവിധി ദിശാസൂചികയോ എന്ന ചോദ്യത്തിന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ 2 ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തെക്കുറിച്ച് ഉണ്ണിസാർ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയൊക്കെ നല്ല രീതിയിൽ വിശകലനം നടക്കുകയും പ്രവചനം നടത്തുകയും ചെയ്തതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇന്നലത്തേതുപോലെ തന്നെ ഓർക്കുന്നു, 17 സീറ്റിലേക്ക് BJP ഒതുങ്ങിയപ്പോൾ, NDA ഒതുങ്ങിയപ്പോൾ എന്തൊരു ചർച്ചയായിരുന്നു. NDA വേഴ്സസ് ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ടുള്ള ആ കുതിച്ചുപോക്ക്, അതൊക്കെ വലിയ രീതിയിൽ അങ്ങ് വിലയിരുത്തിയതാണ്. സമാനമായ രീതിയിൽ ഇന്നൊരു വിലയിരുത്തൽ ഞാൻ പ്രതീക്ഷിച്ചത് കേൾക്കാൻ കഴിയാത്തതിൽ എനിക്ക് ഉള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജാർഖണ്ഡ് പറയണ്ടേ? പറയാം. ഞാൻ എൻ്റെ അവസരമാണല്ലോ, ഞാൻ എന്ത് പറയണമെന്നുള്ളത് ഇതിപ്പോൾ കോൺഗ്രസ് പറയുന്ന രീതിയിൽ നമ്മൾ വാർത്ത വായിക്കണമെന്ന് പറയുന്നത് പോലെ അങ്ങൂടി എന്നോട് പറയരുത്. അപ്പോൾ നമുക്കിതിലേക്ക് വരാം. ഇവിടെ ജനവിധിയെക്കുറിച്ച് കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ജനവിധിയെക്കുറിച്ച് ഡോക്ടർ അരുൺ പറഞ്ഞത് ഇതൊരു ദിശാസൂചിക എന്ന രീതിയിൽ എടുക്കാൻ കഴിയില്ല. കാരണം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിന് അപ്പുറം മറ്റെന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ കാര്യമായ വോട്ട് വ്യതിയാനം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അക്കാര്യത്തിൽ ഞാൻ താങ്കളോട് വിയോജിക്കുകയാണ്. അതായത് ഇതൊരു ദിശാസൂചിക തന്നെയാണ്. അതായത് 3-on-3 ആണ് UDF പ്രതീക്ഷിച്ചിരുന്നത്, കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് 3-on-3 ആണ്. അതായത് വയനാടും പാലക്കാട് നിലനിർത്തുക, ചേലക്കര കൂടി പിടിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം KPCC പ്രസിഡന്റ് K സുധാകരനും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നീട് മറ്റ് നേതാക്കളൊക്കെ അത് എടുത്തു പറഞ്ഞിരുന്നത് ചേലക്കര ഇത്തവണ പിടിക്കും എന്നതാണ്, 3-ൽ 3 നേടും എന്നതാണ്. പക്ഷേ ആ ചേലക്കരയിൽ ആ അവകാശവാദം അനുസരിച്ച് ഭരണവിരുദ്ധ വികാരം ധാരാളമുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടന്നത്. സർക്കാരിനെതിരായ ADM നവീൻ ബാബുവിൻ്റെ വിഷയമടക്കം ചേലക്കരയിൽ ചർച്ചയാകും എന്നതാണ് കോൺഗ്രസ് പറഞ്ഞത്. അത് ചർച്ചയാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അത്രയും വിഷയങ്ങൾ, സർക്കാരിനെതിരായ പെൻഷൻ അടക്കമുള്ള പലവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടന്ന 35 ദിവസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ ചേലക്കര വീണ്ടും UR പ്രദീപിനൊപ്പം നിൽക്കുമ്പോൾ അത് ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് 39,000-ലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 3-1 ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു. അത് നേട്ടമായി അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവിടെ കോൺഗ്രസ് ഒരു വിജയം നേടാനുള്ള എല്ലാ സാഹചര്യവും അവർക്കുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം അവർക്ക് മുതലാക്കാമായിരുന്നു. അതുപോലെ തന്നെ K രാധാകൃഷ്ണൻ മാറി UR പ്രദീപ് വരുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ ആ ഒരു കിട്ടുന്ന വോട്ടുകളൊക്കെ കുറയുമെന്നുള്ളത് അവർക്കറിയാം. പിന്നെ രമ്യ ഹരിദാസിനോട് ആലത്തൂരിൽ തോറ്റൂര് ചേലക്കരയിലും കൂടി തോൽപ്പിക്കേണ്ട എന്ന് കരുതിയുള്ള ഒരു സഹതാപ തരംഗമുണ്ടാകും. മാത്രമല്ല KPCCയുടെ തന്നെ മുതിർന്ന നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് നിയന്ത്രിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. എന്നിട്ടും ചേലക്കരയിൽ ഒരു രാഷ്ട്രീയ മത്സരത്തിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം വിവാദങ്ങൾ ഏറെ കണ്ട പാലക്കാട്ട് അവർക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ വോട്ടായി മാറുന്നത് എന്താണ് എന്നത് പാർട്ടികളൊന്ന് പുനർവിചിന്തനം നടത്തേണ്ടത് നന്നായിരിക്കും. കാരണം പാലക്കാട്ട് സർക്കാരിനെതിരായ കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നണികൾ ഉയർത്തേണ്ടതായ ജനകീയ വിഷയങ്ങൾ, ഡോക്ടർ അരുൺ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അത് ഏത് ഘട്ടത്തിലാണ്, മാധ്യമങ്ങളിൽ പോലും നമ്മൾ തന്നെ അതിൻ്റെ ഒരു ലൈവിലേക്ക് പോകുന്നത് അവസാന ഘട്ടത്തിലാണ്. കാരണം സമയമില്ല, അത്രയും സമയം മറ്റു കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ മിഡ് പറഞ്ഞിട്ടുണ്ട് പലവട്ടം, നോൺ ഇഷ്യൂസാണ് ഇത്തവണ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണി സാർ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ നോൺ ഇഷ്യൂസ് ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നു. അതേസമയം ഭരണവിരുദ്ധ വികാരവും രാഷ്ട്രീയ മത്സരവും നടന്ന ഒരിടത്ത് അവർക്ക് ഒരു മാൻഡേറ്റ് അനുകൂലമായി സ്വന്തമാക്കാൻ കഴിയുന്നില്ല. ആ രീതിയിൽ വേണം അതിനെ വിലയിരുത്താൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പാലക്കാട്ട് BJPയുടെ തകർച്ചയെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണം. പാലക്കാട്ട് BJPക്കുള്ളത് ബേസ് വോട്ടുകൾ എന്ന് പറയുന്നത് 40,000-ഓളമാണ്. 35,000 മുതൽ 40,000 വരെ ബേസ് വോട്ടുകൾ, ഉറച്ച വോട്ടുകളാണ് BJPക്കുള്ളത്. അതിൽ 4ാം റൗണ്ടിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ 4ാം റൗണ്ട് കഴിഞ്ഞ് 5ാം റൗണ്ടിലേക്ക് കയറുമ്പോൾ മൂത്താന്തര അടക്കമുള്ള ഭാഗങ്ങളിൽ അവിടെ കോൺഗ്രസിന് വോട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതും അവർ കാര്യമായി കാണേണ്ടതാണ്. അതായത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളിൽ അവർക്ക് വോട്ട് നിലനിർത്താൻ, പോളിംഗ് ശതമാനം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഫാക്ട് നമ്പർ 1. അവിടെ RSS അടക്കം കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്, വോട്ട് അവർ നേടിയിട്ടുണ്ട്. പക്ഷേ മറ്റിടങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ഇൻട്രോസ്പെക്ഷൻ അനിവാര്യമാണ്. അതിൽ ശ്രീധരൻ്റെ ഒരു ഫാക്ടർ അതുണ്ടായില്ല. ശ്രീധരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൾ വോട്ട് എന്ന രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പോലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ലോക്സഭയിൽ പിടിച്ച 43,000 പിടിക്കാൻ C കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. 3,000 വോട്ടുകൾ അങ്ങനെയാണെങ്കിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ശ്രീധരനുമായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 10,000-ഓളം വോട്ടുകളാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീധരൻ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ എന്തായാലും ഞാൻ തയ്യാറല്ല.
ഇവിടെ ആ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. അതായത് അവിടുത്തെ വാർഡുകളിൽ പൂർണ്ണമായും കൗൺസിലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ 28 കൗൺസിലർമാരും കൃത്യമായി വോട്ട് കൊണ്ടുവരും. 28 കൗൺസിലർമാരും ഇപ്പോൾ സി കൃഷ്ണകുമാർ കൗൺസിലർ അല്ല, അദ്ദേഹം കൗൺസിലർ ആയിരുന്ന കാലഘട്ടത്തിൽ 2020 വരെയുള്ള കാലഘട്ടത്തിലേതുപോലെയല്ല. അപ്പോൾ കുറച്ചുകൂടി ഇടപെടാൻ കഴിയും. വൈസ് ചെയർമാൻ ആയിരുന്നപ്പോൾ കുറച്ചുകൂടി ഇടപെടാൻ കഴിയും. ചെയർപേഴ്സൺസ് ആണ് കഴിഞ്ഞ 2 ടേമിലും അവിടെ NDAക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺസ് ആണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊഡക്ടിവിറ്റി ഒക്കെ എത്രമാത്രമാണ് എന്നത് കൃത്യമായി വിശകലനം ചെയ്തോ, ജനങ്ങളിലേക്ക് കൃത്യമായി സർവീസസ് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്നുള്ളത് പാർട്ടി വിലയിരുത്തിയോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഒരു കറക്റ്റീവ് മെഷറിന്റെ ഭാഗമായി ഇനി പരിശോധിക്കേണ്ടത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മാട്ടുമന്ത കൽപ്പാത്തി റോഡ് താങ്കൾ പോയപ്പോൾ താങ്കളുടെ ലൈവിനായി പോയ ആ വഴിയാണ്. ആ മാട്ടുമന്ത കൽപ്പാത്തി റോഡ്, ഞാൻ നമ്മുടെ ലൈവിനിടയിലാണ് ആ വഴി കാണുന്നത്. അപ്പോൾ ആ മാട്ടുമന്ത കൽപ്പാത്തി റോഡ് തകർന്നു കിടക്കുകയാണ് എന്നുള്ളത് സ്വാഭാവികമായും ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ആ നാട്ടുകാർ ആ കൗൺസിലറോട് പരാതി പറഞ്ഞിട്ടുണ്ടാകണം, ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. എന്തായാലും 3-4 വർഷമായിട്ട് ഒരു റോഡ് തകർന്നു കിടക്കുമ്പോൾ അത് നന്നാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവിടുത്തെ ജനവിധി എതിരാകും എന്നുള്ളത് ആ കൗൺസിലർ മനസ്സിലാക്കുകയും അക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. അവിടമാണ് ഈ 2ാം റൗണ്ട് എണ്ണിയ ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ആ ഓരോ ബൂത്തും എടുത്ത് കണക്ക് നോക്കുമ്പോൾ 2ാം റൗണ്ട് എണ്ണിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്, ആ 2ാം റൗണ്ട് എണ്ണിയ ഏരിയയിലാണ് ഇപ്പോഴത്തെ നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ ഉൾപ്പെടുന്ന അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന വാർഡുകൾ വരുന്നത് സെക്കൻഡ് റൗണ്ടിലാണ്. സെക്കൻഡ് റൗണ്ടിൽ എന്തൊരു ഫോളാണ് BJPക്ക് സംഭവിച്ചത്. ആ ഒരു ഫോളിലേക്ക് പോയത് അത് പാർട്ടി ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട വിഷയമാണ്. പരസ്പരം പഴിചാരുക, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഉത്തരവാദി എപ്പോഴും സംസ്ഥാന അധ്യക്ഷനും വിജയത്തിൻ്റെ ഉത്തരവാദികൾ അത് കൂട്ടുത്തരവാദിത്വമായി മാറുന്ന ആ ഒരു വ്യവസ്ഥിതിയോട് ഞാൻ യോജിക്കുന്നില്ല. പരാജയമായാലും വിജയമായാലും അതൊരു കൂട്ടുത്തരവാദിത്തമാണ്. അത് ഏത് ടീമിലായാലും അങ്ങനെ തന്നെ വേണം. അവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വോട്ട് വിഹിതം വന്നിരിക്കുന്നത് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നേടുന്നത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ എന്തെങ്കിലും മികച്ച നേട്ടങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് കരുതി അങ്ങനെ വോട്ട് ചെയ്യുന്നതല്ല. ഇത് ശക്തമായ ഒരു നഗരസഭയ്ക്കെതിരായ വികാരമായിട്ട് വേണം അതിനെ വായിച്ചെടുക്കാൻ എന്നതാണ് എൻ്റെ ഒരു ബോധ്യം. തെറ്റാണെങ്കിൽ ഉണ്ണിസാറിന് തിരുത്താം. അപ്പോൾ നഗരസഭാ ഭരണത്തിനെതിരെ ശക്തമായ ഒരു എതിർവികാരം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് എടുക്കേണ്ട പോയിന്റ്. അതായത് ജനങ്ങൾ അവിടെ BJPക്ക് കാലാകാലമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന BJP സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോഴും അവർ BJP സിമ്പതൈസേഴ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ നേതൃത്വം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനായി അവർ കൊടുക്കുന്ന ഒരു താക്കീതായിട്ട് വേണം ഈ ജനവിധിയെ കാണാൻ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത വർഷം. അതിനു മുൻപ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ എന്ന് രംഗണ്ണൻ ചോദിക്കുന്നത് പോലെ ജനം ഒന്ന് ചോദിച്ചതാണ് ഈ ജനവിധിയിലൂടെ എന്നത് വേണം BJP മനസ്സിലാക്കാൻ. 10-ലധികം വാർഡുകൾ, ഈ ബൂത്തുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10-ലധികം വാർഡുകളിൽ കൗൺസിലേഴ്സിനെതിരായ വികാരമുണ്ട്. വോട്ട് വെച്ചാണ് ഞാൻ പറയുന്നത്, മറ്റേതെങ്കിലും ഘടകങ്ങളല്ല. വോട്ട് വെച്ച് നോക്കിയാൽ 10-ലധികം വാർഡുകളിൽ ശക്തമായ ഭരണവിരുദ്ധ, അതായത് ആ കൗൺസിലേഴ്സിന് എതിരെ അവരുടെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ജനങ്ങളുടെ ഒരു എതിർപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം സി കൃഷ്ണകുമാറിന് ടാക്കിൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സി കൃഷ്ണകുമാർ കരുതുന്നത് അദ്ദേഹം ഉണ്ടായിരുന്ന നഗരസഭാ കാലയളവിലേതുപോലെ ഇവരും എല്ലാം നന്നായി നോക്കുന്നുണ്ട് എന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ കൗൺസിലേഴ്സ് കൊടുക്കുന്ന ഫിഗേഴ്സ്, നേരത്തെ ഉണ്ണി സാർ ചോദിച്ചു എന്തായിരിക്കാം ഈ ഫിഗേഴ്സിൽ ഇത്രയും മാറ്റം വന്നത് എന്ന്. അപ്പോൾ ഇവരൊക്കെ എടുക്കുന്ന ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഈ കൗൺസിലേഴ്സ് കൊടുക്കുന്ന ഫിഗേഴ്സാണ്. ഞങ്ങളുടെ വാർഡിൻ്റെ പരിധിയിൽ വരുന്ന ബൂത്തുകളിൽ ഇത്ര വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചു, കൃത്യമായ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചു. വോട്ട് പോൾ ചെയ്യിപ്പിക്കാനേ കഴിയൂ, വോട്ടറുടെ മനസ്സിൽ കയറാൻ പറ്റില്ല. വോട്ടറുടെ മനസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ വോട്ടർക്ക് തൻ്റെ ഏരിയയിൽ കൃത്യമായി സേവനങ്ങൾ കിട്ടണം. ആ സേവനങ്ങൾ കിട്ടുന്നതിൽ പരാജയപ്പെട്ടോ എന്നുള്ളതാണ് അവിടെ പാർട്ടി വിലയിരുത്തേണ്ടത്. കൗൺസിലേഴ്സ് പറയുന്നത് അപ്പാടെ എടുക്കാതെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി തിരുത്താൻ ഇനിയും സി കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ പാലക്കാട് ടീമിനുമൊക്കെ സമയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2015 to 2020 നല്ല ഫംഗ്ഷനിങ് ആയിരുന്നു എന്നതിൻ്റെ റിഫ്ലക്ഷനാണ് 2016 ശോഭാ സുരേന്ദ്രൻ ആദ്യമായി സെക്കൻഡ് പൊസിഷനിൽ എത്തുന്നത്. അതും നഗരസഭാ പരിധികളിൽ ലീഡ് എടുത്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ ശോഭാ സുരേന്ദ്രൻ്റെ മാത്രം മികവ് കൊണ്ടല്ല, സ്ഥാനാർത്ഥിയുടെ മികവിനൊപ്പം തന്നെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ നഗരസഭയിൽ എത്രത്തോളം കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. 2015 to 2020 ആദ്യ വർഷത്തിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാകണം. അതുകൊണ്ട് അവർ നന്നായി കൊടുക്കുന്നു. അതിനുശേഷം 2020 to 2025 ഇപ്പോഴത്തെ ഈ ഒരു കാലയളവിൽ അവിടെ തിരിഞ്ഞു നോക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ലത് ഒരു തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിന്റെ ലീഡ് കുറഞ്ഞപ്പോഴേ ഇത് തിരിച്ചറിയണമായിരുന്നു. കാരണം 2020 ഭരണസമിതി അധികാരത്തിലെത്തുന്നു, 2021 ഇ ശ്രീധരന് നല്ല മാൻഡേറ്റ് കൊടുക്കുന്നു, അതിനുശേഷം വീണ്ടും ഉഴപ്പിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 500-ൽ താഴെ ലീഡിലേക്ക് സി കൃഷ്ണകുമാർ പോയത്. അപ്പോൾ പാർട്ടി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് പറഞ്ഞത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഇനിയെങ്കിലും ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് ഈ പറയുന്ന 10 വാർഡുകളിൽ ബൂത്തെണ്ണം തിരിച്ചു നോക്കിയാൽ മതി, മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ വാർഡുകളിൽ ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് പോകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചേലക്കരയിലേക്ക് വരാം.
ചേലക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേലക്കരയിൽ യു ആർ പ്രദീപ് അദ്ദേഹത്തിൻ്റെ 2016 അദ്ദേഹം മത്സരിച്ചപ്പോഴത്തെ ലീഡ് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത്ര പോലും അദ്ദേഹം എത്തില്ല. രമ്യ ഹരിദാസ് ഞാൻ ഉണ്ണിസാറിനെ കോട്ട് ചെയ്യുകയാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അതായത് നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുകയും നേരിയ ഭൂരിപക്ഷത്തിന് കടന്നുകൂടിയാൽ LDF നിലനിർത്തിയാൽ ഭാഗ്യം, അല്ല എങ്കിൽ രമ്യയ്ക്കും വിജയ സാധ്യതയുണ്ട് എന്നതിനെയാണല്ലോ നമ്മൾ ഇഞ്ചോടിഞ്ഞെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും വിട്ടുകൊടുക്കുന്ന ഒരു യു ആർ പ്രദീപ് നമ്മൾ കണ്ടില്ല. ഭൂരിപക്ഷത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ലീഡിൽ കുറച്ചിലുകൾ വരുന്നത് ഒഴികെ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കം പോകുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് ചേലക്കരയിൽ ആ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ UDF കഴിഞ്ഞിട്ടില്ല. എവിടെയൊക്കെയോ സ്ട്രാറ്റജീസ് പാളിയിട്ടുണ്ട്. അല്ലെങ്കിൽ രാധേട്ടനെ ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ്. കെ രാധാകൃഷ്ണൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ യു ആർ പ്രദീപ് അദ്ദേഹത്തിനൊപ്പം വരുന്നു. മാത്രമല്ല 2016 to 2021 MLA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് പ്രദീപിനോടുള്ള ഒരു താല്പര്യം അവിടെ ഉണ്ട് എന്നുള്ളത് ഈ ജനവിധിയിൽ നിന്ന് കാണണം. 41.44% യു ആർ പ്രദീപിന് അവിടെ കിട്ടുന്നത്. പെർസെൻറ്റേജിലേക്ക് കൂടി നമ്മൾ വരണം. പെർസെൻറ്റേജിൽ വന്നിട്ടുള്ള ഡിപ്പ് അത് നമ്മൾ കാണാതെ പോകരുത്. LDF വോട്ടുകളിൽ ഡിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ UDF വോട്ട് ഇപ്പോൾ 33.64%. അവർക്ക് അത്ര വലിയ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് NK സുധീർ പിടിച്ച 3920 നോട്ട കൊണ്ടുപോയ 1034 അതോടൊപ്പം തന്നെ കെ ബാലകൃഷ്ണൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20+ ആയിരിക്കുകയാണ്. 21.49 ആണ്. അതായത് 10,000 വോട്ടിൻ്റെ വർധന. കെ ബാലകൃഷ്ണൻ എന്ന ആദ്യഘട്ടങ്ങളിലൊന്നും സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുമോ എന്ന് പോലും പലരും സന്ദേഹിച്ചിരുന്ന വ്യക്തി അവിടെ 10,000-ഓളം വോട്ടിൻ്റെ ഒരു വർധന ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചതെന്നുള്ളത് ചെറിയ കാര്യമല്ല. അവിടെ കെ അനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ തൃശ്ശൂരിലെ BJPയുടെ സംഘടനാ സംവിധാനം നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തിരുവല്ലാമല അടക്കമുള്ള ഭാഗങ്ങളിൽ കൃത്യമായി വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വോട്ട് നേടാൻ ഏകദേശം തുല്യം ബലാബലത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഒരു ഫാക്റ്റാണ്. ഒരു പഞ്ചായത്തിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കെ ബാലകൃഷ്ണന്. അപ്പോൾ ആ രീതിയിൽ വോട്ട് ഉയർത്താൻ കെ ബാലകൃഷ്ണന് സാധിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് പാലക്കാട്ട് സി കൃഷ്ണകുമാറിനെ പോലെ പാലക്കാട്ട് ഫെമിലിയറായ ഒരു നേതാവിന് അത് കഴിയുന്നില്ല? സി കൃഷ്ണകുമാറിൻ്റെ മാത്രം ഫോൾട്ടാണോ അതോ സംഘടനാ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ പ്രശ്നമാണോ എന്നതാണ് അവിടെ നോക്കേണ്ടത്. കാരണം ചേലക്കരയിൽ ചലിച്ച സംഘടനാ സംവിധാനം എന്തുകൊണ്ടാണ് പാലക്കാട്ട് ചലിക്കാതെ പോയത്? അതും ഒരു നഗരസഭയുടെ ഭരണം കയ്യിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് ചലിക്കാതെ പോയി? ആ ചോദ്യമാണ് ഞാനൊരു ലാർജർ ക്വസ്റ്റ്യനായി വെക്കുന്നത്. ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാണ് വിഷയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട്ട് വോട്ട് ശതമാനത്തിൽ വന്നിരിക്കുന്നത് 30% താഴേക്ക് പോയിട്ടുണ്ട്. 28.63% കൃഷ്ണകുമാറിനുള്ളൂ. 30% താഴേക്ക് വോട്ടെത്തി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 30% മുകളിലേക്ക് പോകേണ്ട A ക്ലാസ് മണ്ഡലത്തിലെ വോട്ട് 28.63% നിൽക്കുകയാണ്. അവിടെയാണ് ഡോക്ടർ P സരിനെ കുറിച്ച് കൂടി പറഞ്ഞു പോകണം. 27%, അതായത് 1.63% മാത്രമാണ് BJPയും LDFും തമ്മിലുള്ള, അല്ലെങ്കിൽ NDAയും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ സരിന് 13,533 വോട്ടിന്റെ അന്തരമായിരുന്നു 2021 ഇടത് സ്ഥാനാർത്ഥിയും BJPയും തമ്മിലുണ്ടായിരുന്നത്. അത് സരിന് 2071 കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റന്റ് തേർഡ് ആയിരുന്നത് അത് ക്ലിയർ ടു സെക്കൻഡ് അല്ലെങ്കിൽ ക്ലോസർ ടു സെക്കൻഡ് എന്ന നിലയിലേക്ക് സരിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് സരിനെ ഇറക്കിയത് സരിൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചവർക്കുള്ള ഒരു മറുപടിയാണ്. മാത്രമല്ല സരിൻ കേഡറായി രൂപാന്തരം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സരിനെ കൊണ്ടുവന്നതിൽ ആ ചോയ്സ് ഇടതുപക്ഷത്തിന് തെറ്റിയിട്ടില്ല എന്നതാണ് ആ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇനി തിരിച്ച് ഞാനൊന്ന് മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ്. ഉണ്ണിസാറിനൊന്നും തോന്നരുത്. എന്തായാലും മഹാരാഷ്ട്രയിലെ BJPയുടെ മഹാജയം ചർച്ചയാകാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. 288-ൽ 227 സീറ്റുകളാണ് മഹായുതി എന്ന NDA നേടിയിരിക്കുന്നത്. അതിൽ BJP ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നത് 132 സീറ്റുകളാണ്. കോൺഗ്രസിന്റെ കൂടെയുള്ള ഉദ്ധവ് സേനയ്ക്ക് 20, കോൺഗ്രസിന് 18, NCP ശരത് പവാർ 10, ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ 48ആണ്. അതായത് BJP ഒറ്റയ്ക്ക് നേടിയ 132ന്റെ എവിടെയാണ് ഈ മഹാവികാസ് അഘാഡി എന്ന ഇന്ത്യ മുന്നണി നിൽക്കുന്നത് എന്നതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. മറാഠ മണ്ണിലെ ഹിന്ദു ഐക്യം നേരത്തെ റിസോർട്ട് പൊളിറ്റിക്സിലേക്ക് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതേ വേദിയിൽ തന്നെ ചർച്ച ചെയ്തത്. മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള റിസോർട്ട് പൊളിറ്റിക്സിനെ കുറിച്ചും ഈ അങ്ങോട്ട് എല്ലാവരെയും ഒരുക്കി നിർത്താൻ പറയുന്നു, അതേക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതൊന്നുമല്ല മറാഠ മണ്ണിൻ്റെ റിയൽ പൊളിറ്റിക്സ്. വിദർഭ അടക്കമുള്ള മേഖലകളിൽ BJP തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അത് ഞാൻ പാലക്കാടുമായി ക്ലബ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ മഹാരാഷ്ട്രയിലേക്ക് പോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റ് എന്ന നാണക്കേടിൽ നിന്ന് 8 മാസം കൊണ്ട് കാവി തരംഗത്തിലേക്ക് 3/2 ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, പാലക്കാട്ട് ഇത്രയും ഫാക്ടേഴ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
തീരത്ത് നിന്ന് വേലിയിറക്കം കണ്ട് കരയിൽ വീട് പണിതിട്ടുള്ളവർ ഓർക്കണം, അത് കടലിലേക്ക് പോയിട്ടുള്ള വെള്ളം തിരിച്ച് കരയിലേക്ക് എപ്പോൾ വേണമെങ്കിലും അടിക്കും. കാരണം അത് സമുദ്രമാണ്. മഹാരാഷ്ട്രയിൽ വിദർഭ അടക്കമുള്ള മണ്ണിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തീരത്ത് നിന്ന് വേലിയിറക്കം കണ്ടിട്ട് കരയിൽ വീട് പണിത് കാത്തിരിക്കുന്നവർ ആ വീട്ടിലേക്ക് ഈ സമുദ്രം അടിച്ചു കയറുന്നത് അധികം വൈകാതെ ഉണ്ടാകും എന്നതുകൂടി ഓർക്കണം. ആത്മപരിശോധനയ്ക്കാണ് തോൽവിയുടെ അവസരം വിനിയോഗിക്കേണ്ടത്. അല്ലാതെ തോൽവി വന്നു കഴിയുമ്പോൾ തോറ്റവൻ്റെ മുതുകത്ത് കയറി അവനെ പ്രഹരിക്കുന്നത് എൻ്റെ രീതി അല്ലാത്തത് കൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. സിറ്റിംഗ് സീറ്റ് അല്ല, പാലക്കാട്ട് BJPക്ക് സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള വിലയിരുത്തലിലും ഒരർത്ഥവുമില്ല. സിറ്റിംഗ് സീറ്റ് അല്ല, ഒരു ഫൈറ്റ് കാഴ്ചവെച്ചു. സെക്കൻഡ് പൊസിഷനാണ് 2014 അതെ, 2021 അതെ, 2024 ബൈ ഇലക്ഷനിലും സെക്കൻഡ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കൂടെ ഉണ്ടായിരുന്ന പല ഘടകങ്ങളും കൈവിട്ടിട്ടുണ്ട് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ആത്മപരിശോധനയിലേക്ക് പോവുക ദേവേന്ദ്ര ഫട്നാവിസിനെ അക്കാര്യത്തിൽ മാതൃകയാക്കാവുന്നതാണ്. Meet the editors.